ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് പാലക്കാട് നിന്ന് എൻ്റെ അനിയത്തിയും ഉമ്മയും അനിയത്തിൻ്റെ ഭർത്താവും ബ്രദറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ മക്കളും എല്ലാവരുമാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റസാഖാണ് അനിയത്തിൻ്റെ ഭർത്താവിൻ്റെ പേര്. അപ്പോൾ റസാഖിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ സർപ്രൈസായിട്ട് കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറിയൊരു സെലിബ്രേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. കുറേ നാളായി വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഈ ഒരു വീഡിയോ ചെറുതായിട്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഇടണേന്ന് പറയുന്നുണ്ട് കേട്ടോ. മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് എടുത്തപ്പോൾ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതാ കേക്കൊക്കെ മുറിച്ചു എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല 2 കേക്കാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കേക്ക് ചെറുതായിരുന്നു. അപ്പോൾ പിന്നെ തികയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കേക്കും കൂടെ ഓർഡർ ചെയ്ത് അങ്ങനെ 2 കേക്കാണ് മുറിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ എല്ലാവരും നന്നായി കഴിക്കുമല്ലോ. എന്നിട്ടും കഴിച്ചൊന്നുമില്ല കേട്ടോ. എല്ലാവരും കുറച്ച് കുറച്ചൊക്കെ തന്നെ കഴിച്ചുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഇതാ കേക്കൊക്കെ മുറിച്ച് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. എല്ലാവരും ഒരുപാട് ദിവസമൊന്നും നിന്നില്ല കേട്ടോ. അവർ 2-3 ദിവസമേ നിന്നുള്ളൂ. വേഗം പോവുകയും ചെയ്തു. പിന്നെ സ്കൂൾ തുറക്കാനും പിന്നെ പെരുന്നാളൊക്കെ ആയല്ലോ. അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസമൊന്നും നിൽക്കാനും പറ്റിയില്ല. അവർ പെട്ടെന്ന് പോവുകയും ചെയ്തു കേട്ടോ. ആമി അവിടെയായിരുന്നു, പാലക്കാടായിരുന്നു. അപ്പോൾ ആമിയെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നതാണ് കേട്ടോ. കുറേ ആയി ഇവർ വന്നിട്ട് ഇവിടെ നിന്നിട്ട് കുറേ ആയിട്ടാണ്, 3 കൊല്ലത്തോളമായി ഇവിടെ വന്നിട്ട്. അപ്പം അങ്ങനെ ഇപ്രാവശ്യം നിർബന്ധിച്ച് അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങളും അവിടെ ആയിരുന്നല്ലോ, പാലക്കാടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങോട്ട് വരവൊക്കെ കുറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ ഇതാ കേക്കൊക്കെ കഴിച്ച് ഇതാ ആഘോഷിച്ച്. പിന്നെ ഇതാ കുട്ടികൾ ആമി ഇതാ അവിടുന്ന് ഷൊർണ്ണൂരിൽ നിന്ന് എന്തൊക്കെയൊക്കെയോ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഗിഫ്റ്റുകളും എന്തൊക്കെയോ അവരുടെ സന്തോഷം. പിന്നെ ഇതാ ചെന്നു അനിയത്തിയാണ് കേട്ടോ. ചെന്നു അവളിതാ സർപ്രൈസായിട്ടൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒരു ഷർട്ട്, സ്പ്രേ, പിന്നെ ഒരു ടീഷർട്ടൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഗിഫ്റ്റായിരുന്നു. അപ്പം അതിൻ്റെയൊന്നും ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ജസ്റ്റ് ഇത് എല്ലാവരും ആകുമ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമും ഇതൊന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ കുറേ ചോക്ലേറ്റും അതൊക്കെയാണ് കേട്ടോ ഗിഫ്റ്റ്. കൂടുതലായിട്ട് അതിൻ്റെ അകത്തുള്ളതൊന്നും ഞാൻ എടുത്തില്ല. ബ്ലാക്ക് ഷർട്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക് ഷർട്ടും അതുപോലെ ഒരു ലാവണ്ടർ കളർ ടീഷർട്ടും ആയിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. പിന്നെ പിള്ളേർ ഇതാ ഓരോന്ന് ഗിഫ്റ്റ് ആമി ആ ഒരു ഡേറ്റൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു ഇതാണ് കേട്ടോ. ആമി പിന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാക്കുക ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ പാച്ചുവിനും അവൾ തന്നെയാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ ഇതാ മനുവും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇടയിൽ നിൽക്കുന്നുണ്ട്. മനു പറയണത് എൻ്റെ ബ്രദറാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ആഘോഷം അടിപൊളിയായിട്ട്. പിന്നെ വൈകിട്ട് എന്താണ് ബിരിയാണി ഉണ്ടായി. രാത്രിയിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടാണ്. ബിരിയാണി പിന്നെ മാഷാ അല്ലാ നല്ല അടിപൊളി ഇതായിരുന്നു. അതൊക്കെയാണ് കേട്ടോ. ഒരുപാടൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. കുറച്ച് കുറച്ച് തന്നെ എല്ലാം എടുത്തുള്ളൂ കേട്ടോ. കുട്ടികളുടെയൊക്കെ ഒരു സന്തോഷമല്ലേ ഇത് കാണുമ്പോൾ. ഇപ്പം നമ്മളുടെ ബർത്ത്ഡേ ആണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ആഘോഷിക്കുന്നതും കാര്യങ്ങളൊക്കെ. ആമി പിന്നെ ആ ഒരു റസാഖിൻ്റെ ഡേറ്റും ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് അവൾ അത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐഷാക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഐഷ ഇവിടെ ആയിരുന്നല്ലോ. പിന്നെ ആമിയും പാച്ചും അവിടെ ഇരുന്ന് 12 മണി വരെയൊക്കെ ഇവിടേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം 12 മണി വരെയൊക്കെ ഇരുന്ന് ഗിഫ്റ്റൊക്കെ തയ്യാറാക്കിയതാണെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ട് മക്കളൊക്കെ വലുതായി എല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അടിപൊളിയായിട്ട് അതൊക്കെ ചെയ്തു. പിന്നെ ബിരിയാണിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. ഇതായിരുന്നു കേട്ടോ ആ ഗിഫ്റ്റ്. ഞാൻ കൂടുതലായിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനുള്ള ടൈം കിട്ടിയില്ല. വേഗം എങ്ങനെയൊക്കെയൊക്കെയോ വീഡിയോകൾ എടുത്തിട്ട് ഇട്ടതാണ് കേട്ടോ. ഇത് 3-4 ദിവസമായി. അവർ ഇന്നലെ മിനിഞ്ഞാന്ന് പോവുകയും ചെയ്തു കേട്ടോ. അവർ 2-3 ദിവസം തന്നെ നിന്നുള്ളൂ. അപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പുറത്തേക്ക് എടുത്തിട്ടില്ല എന്നാണ് വിചാരിച്ചത്. എടുത്തിട്ടുണ്ട്. ഞാനത് എടുത്തിട്ടില്ല എന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ സ്പ്രേ. നല്ല അടിപൊളി സ്പ്രേ, മണമൊക്കെ ഉള്ള സ്പ്രേയും ഇതൊക്കെയാണ്. മനു അടിച്ചു തരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം റസാഖ് അടിച്ച് നോക്കിയിട്ട് പിന്നെ അടിക്കാതെ പറഞ്ഞിട്ട് ഇതാക്കിയതാണ്. അപ്പോൾ മനുവിന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ടീഷർട്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു അത് എടുത്തില്ല എന്ന്. എടുത്തിട്ടുണ്ട് എന്തായാലും. ഒരു ലാവണ്ടർ കളർ ടീഷർട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ടീഷർട്ടാണ്. പിന്നെ ഒരു ബ്ലാക്ക് ഷർട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഷർട്ട്. അതാണ് ബ്ലാക്ക് ഷർട്ട്. അതും അടിപൊളിയായിട്ടുണ്ട്. അത് മനു വെച്ച് നോക്കുന്നു കേട്ടോ.
അവനക്ക് ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ മനുവിന്. എപ്പോഴും പറയും ഡ്രസ്സ് വേണം, അത് വേണം, ഇത് വേണം. ഞങ്ങളുടെ അടുത്താണ് പറയുക, എൻ്റെ അടുത്തും അനിയത്തിൻ്റെ അടുത്താണ് ഓരോന്ന് പറയുക. വാപ്പ മരിച്ചതിന് ശേഷം അവനക്ക് പിന്നെ ഞങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ അടുത്താണ് അവൻ ഓരോന്നും അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയുക. പിന്നെ ഉമ്മാക്കിപ്പോൾ അങ്ങനെ ഓരോന്നും വാങ്ങിച്ചു കൊടുക്കും, എന്നാലും അങ്ങനെ സെലക്ഷനും കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ അടുത്താണ് അവൻ എല്ലാം പറയുക, അക്ക എനിക്ക് അത് വേണം, ഇത് വേണം. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ബാഗ് വേണമെന്നാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ തുറക്കാറായില്ല, അപ്പോൾ എല്ലാവർക്കും ബാഗ് വാങ്ങിച്ചപ്പോൾ ബാഗ് വേണമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ മുട്ടായി കണ്ടപ്പോൾ ബാഗ് കൊടുക്കുക കേട്ടോ വരും. പിന്നെ അത് എല്ലാവരും കൂടി ഇരുന്ന് ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അവരെല്ലാവരും വന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം പിന്നെ ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എടുക്കണമെന്ന് വിചാരിച്ചാണ്, അത് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ദം ബിരിയാണി ഉണ്ടാക്കിയത്, നല്ല ചിക്കനും ചിക്കൻ പൊരിച്ചതും അതിൽ 2 സലാഡും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ബിരിയാണിക്ക് പിന്നെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.